ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ഭയം ഉണ്ടാകാറുണ്ട്. നാം എവിടെയെങ്കിലും വീണ് മുറി പറ്റിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വീണ് എന്തെങ്കിലും ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ടാൽ വല്ലാത്ത പേടിയാണ്. എന്നാൽ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് ചികിത്സിക്കുന്ന ഒരു ചികിത്സയുണ്ട്. അറബിയിൽ ഇതിന് ഹിജാമ എന്ന് പറയും. ഹിജാമ എന്ന് പറയുന്നത് കൊമ്പുവെക്കൽ എന്നുള്ളതാണ്. കൊമ്പുവെക്കലാണ് പഴയ കാലത്ത് അറബികൾക്കിടയിൽ പ്രചാരണം കൊണ്ട ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. പഴയ കാലത്ത് രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാളയുടെയും അല്ലെങ്കിൽ മറ്റു ജീവികളുടെയും കൊമ്പുകൾ ഉപയോഗിച്ച് അത് ചർമ്മത്തിൽ കുത്തിവെച്ച് അതിൽ നിന്ന് രക്തം വലിച്ചെടുത്ത് അശുദ്ധ രക്തത്തെ പുറന്തള്ളുന്ന രീതിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെ കപ്പിംഗ് തെറാപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്ത് വളരെയധികം പ്രചാരണം കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകൂടിയ അശുദ്ധ രക്തങ്ങൾ അത് പുറത്തെടുത്താൽ നമുക്ക് ഒരുപാട് രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജാമ ചെയ്യുന്നതിൻ്റെ മഹത്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിജാമ ചെയ്താൽ 70ഓളം രോഗങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായി ഹിജാമ നടത്തിയിട്ടുണ്ട്. ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്ക്, അതുപോലെ തന്നെ തലവേദനകൾക്ക്, ബാക്ക് പെയിൻ പോലുള്ള കൈകാലുകൾ കടച്ചിലുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടുമിക്ക രോഗങ്ങൾക്കും പ്രധാന കാരണങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവായി നിൽക്കുന്ന അശുദ്ധ രക്തമാണ്. ഈ അശുദ്ധ രക്തം പുറത്തെടുത്തു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അവിടെ രക്തയോട്ടം നടക്കുകയും എല്ലാ അവയവങ്ങളിലേക്കും ശരിയായ രീതിയിൽ അവിടെ ഇത് നടക്കുന്നത് കൊണ്ട് രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ വളരെ പ്രചാരണം കൊണ്ട ഈ ഒരു ചികിത്സാ രീതി ഇന്ന് പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലും പലയിടങ്ങളിലും അതിന് ക്ലിനിക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില അലോപ്പതി ചികിത്സാ രീതിയിൽ തന്നെ ഈ കപ്പിംഗ് തെറാപ്പി എന്ന ഒരു ട്രീറ്റ്മെന്റ് കടന്നു വന്നിട്ടുണ്ട്. പ്രധാനമായും അശുദ്ധ രക്തം പുറത്തെടുത്താൽ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് അതിലൂടെ സാധിക്കുകയും, പ്രത്യേകിച്ച് സുന്നത്ത് എന്ന നിലക്ക് ചെയ്യുമ്പോൾ അത് പ്രവാചകരുടെ ഒരു സുന്നത്തായി നമുക്ക് കൂലി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഹിജാമയിലൂടെ ലഭിക്കുന്നത് രോഗത്തെ നമുക്ക് ഒഴിവാക്കാനും ചർമ്മത്തിലുണ്ടായിരിക്കുന്ന പല ചൊറിച്ചിലുകൾ, അതുപോലെ തന്നെ നീരുകളൊക്കെ പുറന്തള്ളാൻ ഈ ഹിജാമയിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഹിജാമയിലൂടെ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. തലവേദന, തലക്കറക്കം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഛർദികൾ, എപ്പോഴുണ്ടാകുന്ന ശരീരവേദനകളൊക്കെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ശമനം ലഭിക്കാൻ ഹിജാമയിലൂടെ കഴിയും. ഇന്ന് ഹിജാമ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലാണ്. അതായത് ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തി അവിടെ കപ്പ് വെച്ച് ചെറിയ രീതിയിൽ മുറിവുണ്ടാക്കി രക്തം പുറത്തെടുക്കുന്ന രീതിയാണ്. ഇത് ഒരു അരമണിക്കൂറിന് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഈ ഒരു രീതി നമുക്ക് ഒരു തവണയെങ്കിലും ചികിത്സ ചെയ്ത് നമ്മുടെ രോഗത്തിന് ശമനം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 70ഓളം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ഹിജാമയിലൂടെ സാധിക്കും. ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പുറം ഭാഗത്താണ് ഹിജാമ ചെയ്യാറുള്ളത്. തലവേദന, മൈഗ്രെയിൻ പോലുള്ള അസുഖത്തിന് നമ്മുടെ തലയുടെ ചില ഭാഗങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് അശുദ്ധ രക്തം പുറത്തെടുക്കുന്ന രീതിയും ഉണ്ട്. ഇങ്ങനെയുള്ള ചികിത്സാ രീതിയെ നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഹിജാമ തെറാപ്പി ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ സുഖം അനുഭവിക്കാനും അതുപോലെ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കുകയും ചെയ്യും.